ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ. ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസമാണ് ഈ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ഇന്നലെ വിചാരിച്ചാണ് ഇവിടെ ഒന്ന് കയറണമെന്ന്. അപ്പോൾ രാവിലെ വന്ന സമയത്ത് ഇവിടെ ചില്ല് അലമാരയിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകാമെന്ന്. അങ്ങനെ അലമാരിയിൽ നോക്കിയപ്പോഴത്തേക്ക് നല്ല കുഴക്കട്ട, അതുപോലെ തന്നെ പരിപ്പ് വട, പത്തിരി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 കുഴക്കട്ടയാണ് കേട്ടോ മേടിച്ചത്. അത് മേടിച്ചുകൊണ്ട് ഞാൻ ഇന്ന് നടന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയത് കാരണം റോഡിലെങ്ങും അധികം ആൾക്കാരെ ഒന്നും കാണുന്നില്ല കേട്ടോ. ഭയങ്കര സൈലൻ്റ് ആയിട്ട് കിടക്കുന്ന റോഡൊക്കെ. അപ്പോൾ നമ്മൾ കുഴക്കട്ടയൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് കഴിക്കാനായിട്ട് എടുത്തു. നമ്മുടെ നാട്ടിലെ തന്നെ ആ ശർക്കരയും തേങ്ങായും ഒക്കെ വെച്ചിട്ടുള്ള കുഴക്കട്ടയില്ലേ, അത് തന്നെ സംഭവം. അപ്പോൾ ഞാനത് വന്നിരുന്ന് കഴിച്ചു. അപ്പോൾ വന്നപ്പോഴത്തേക്ക് ഒരു 5 മിനിറ്റ് കറണ്ട് ഉണ്ടായിരുന്നു ഷോപ്പിൽ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കറണ്ട് പോയി കേട്ടോ. കറണ്ട് പോയാൽ പിന്നെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഭയങ്കര ചൂടാണ്, തീരെ സഹിക്കാൻ പറ്റാത്ത ചൂടാട്ടോ. അപ്പോൾ ഞാൻ എടുത്തെങ്കിൽ പിന്നെ വണ്ടി എടുത്തുകൊണ്ട് വീട്ടിൽ പോയിട്ട് വീണ്ടും വണ്ടി എടുത്തിട്ട് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വണ്ടിയിൽ പോകുമ്പോഴത്തേക്ക് കാറ്റടിക്കുമ്പം ഒരാശ്വാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ വരുന്ന വഴിയിൽ ലാബിൻ്റെ അവിടെ റിസ്വാന നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ റിസ്വാനയും വരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ നേരെ വന്നത് നമ്മുടെ ഈസ്റ്റേൺ ജെട്ടിയിലോട്ടാണ്. അപ്പോൾ സമയം ഇപ്പോൾ 11:30 ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വെയിലുണ്ട്. ഈ സമയത്തൊന്നും നമ്മൾ അധികം ഇങ്ങനെ ഈസ്റ്റേൺ ജെട്ടിയിലോട്ട് വന്നിട്ടേ ഇല്ല. ഈ വെയിലൊക്കെ അവരൊക്കെ നിന്ന് മീൻ പിടിക്കുന്നതല്ലയോ. വന്ന വഴി കിട്ടിയത് അരിസ്വാനായ. കറണ്ട് ഇല്ലാതെ പിന്നെ ലാബിലിരുന്നിട്ട് ഒരു വർക്കും നടക്കത്തില്ലല്ലോ. എന്നാൽ പിന്നെ ഞങ്ങളിങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ച്. വൈകുന്നേരം വന്നാൽ ഇവിടെ എല്ലാം ആൾക്കാരില്ലയോ. ഇപ്പം മീനില്ലാത്തതുകൊണ്ടാണ് ഇവരൊക്കെ ഈ സമയത്തും വന്ന് ചൂണ്ടയിടുന്നത്. മീൻ കിട്ടുന്നുണ്ടോ, നമുക്ക് അവരോട് പോയി ചോദിക്കാം. ഓടങ്ങളൊക്കെ കെട്ടിയിട്ടേക്കുന്നുണ്ടോ. ഇനിയിപ്പം മൺസൂൺ ടൈം ആയില്ലയോ. അപ്പോൾ ഈ ഓടങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെ കെട്ടിയിടും. അധികം ആരും മീനിനൊന്നും പോകത്തില്ലല്ലോ. നല്ല കാറ്റുണ്ട്. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? അതുകൊണ്ട് പോകുന്ന അബലം, ഇന്നലെ നമ്മൾ പറഞ്ഞ അബലം ചാടിപ്പോയി. കാറ്റുണ്ട് പക്ഷേ ഇല്ല, ഒരാശ്വാസമുണ്ട്. അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു മീനുകൾ. ചാളയോ? ആ ചാള കുഞ്ഞുങ്ങളാണോ? പറഞ്ഞ് നമുക്ക് താഴോട്ട് പോയാൽ ഇതിൽ താഴ്ഭാഗം കാണാൻ നല്ല രസം. അതേ കണ്ട, അടിപൊളി. നമ്മുടെ ഈ പാലത്തിൻ്റെ താഴ്വശം കണ്ട. ഇതിനകത്ത് മീനുകളുണ്ട്. അതാണ്ട് മറ്റേ മീനുകൾ അതിനകത്തുണ്ട് ഇഷ്ടം പോലെ. കുറേ മീനുകളുണ്ട് അവിടെ. നോക്കിയിറങ്ങുന്നുണ്ട്. ഇവിടെ ഒരു സാധനം ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുമായിരുന്നല്ലോ, ഇപ്പം അതിനെ കാണുന്നില്ലല്ലോ. ഒരു സാധനം ഇവിടെയൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച്. ഇവിടെ ചോരയുണ്ട്. അപ്പോൾ ഇവിടെ എപ്പോഴോ മീൻ ഇപ്പോഴെങ്ങാണ്ട് കൊണ്ടുവന്നേക്കുന്നല്ലോ. വേണ്ട, ഇവിടെയൊക്കെ ചോര കിടക്കുന്നു. വേണ്ട, ഇപ്പോഴെങ്ങാണ്ട് മീൻ കൊണ്ടുപോയി കാണും ഇല്ലയോ. ഒരാളവിടെ. നല്ല രസമുണ്ട്. ആകാശവും സൂപ്പറായിട്ടുണ്ട്. ഈ ടൈമിലൊന്നും നമ്മൾ അധികം അങ്ങനെ ഇറങ്ങി വരുന്നേ ഇല്ല. ഈ രാവിലെ ഒന്നും വരുത്തേ ഇല്ല. ഈ സമയത്തൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. ഇന്ന് പിന്നെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നൈസായിട്ട് എസ്കേപ്പ് ആയതാണ്. അവർക്ക് മീൻ കിട്ടി, അതുകൊണ്ട് അവർക്ക് മീൻ കിട്ടിയല്ലോ. വെയിലാണെങ്കിലും ഒരു കറുത്ത കാറ്റുണ്ടല്ലോ. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് നേരെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുക കേട്ടോ. ഇവിടെ ഒരാൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും മീൻ വല്ലതും കിട്ടിയോ എന്നൊക്കെ നമുക്ക് നോക്കാം. നല്ല വെയിലുണ്ട്, പക്ഷേ ചെറിയൊരു കാറ്റടിക്കുന്നതുകൊണ്ട് ആ വെയിലിൻ്റെ അത്ര ഒരു തീവ്രത നമുക്ക് അറിയുന്നില്ല കേട്ടോ. അതാ അനങ്ങുന്നത്. ഞാൻ അവർക്ക് എന്താ സൗണ്ട് കേൾക്കുന്നതെന്ന്. പിന്നെ അല്ലയോ, നല്ല ആഴമുള്ള സ്ഥലമാണ്. എന്തേലും കിട്ടിയാ ഇല്ലയോ? ഈ സമയത്ത് വല്ലതും കിട്ടുമോ ഉച്ചയ്ക്ക്? ആണോ? ഓ, മുമ്പേ വന്നോ? ആണോ? ഉച്ചയ്ക്ക് വരുന്നവർ കുറവല്ലയോ? രാവിലെയും വൈകിട്ടും വല്ലയോ? വെയിൽ കൊള്ളാൻ. പക്ഷെ വെയിലാണെങ്കിലും ഒരു കാറ്റുണ്ടല്ലോ ഇല്ലയോ?
വെയിലറിയുന്നില്ല. ഈ ബലൂൺ ഇടുന്നത് ഇപ്പോൾ ഇടുവോ? ഓ, കാറ്റുള്ളത് കൊണ്ട്. ആ ഓ, എത്ര മണിക്കൂർ നിന്നല്ല ഒരു മീൻ കിട്ടുന്നത് അല്ലയോ? വല്ലപ്പോഴേ വരുത്തുള്ളൂ, നമ്മളൊന്നും വരുവോ? ഇല്ല. ഇപ്പൊ ബലൂൺ വിടാൻ പോവാന്ന്. ബലൂൺ കെട്ടിയില്ല. ഇടയ്ക്കൊരു ഭാഗത്ത് വെച്ച് നമ്മൾ കെട്ടുന്നില്ല. ഈ ബലൂൺ പൊട്ടുമ്പോൾ നമുക്ക് മീൻ അതിനകത്ത് കുടുങ്ങിയെന്നാണ്. ആ ആ, അപ്പം ബലൂൺ പൊട്ടിപ്പോവും. ഇല്ല. ആ ആ, വലിയ കുളുവൽ. അതിനു വേണ്ടിയാണ് നമ്മൾ ബലൂൺ വിടുന്നത്. എല്ലാ മീൻ കുടുങ്ങുമോ അതിനകത്ത്? ആ ശരിയാ. ഇതാണ് ബലൂൺ കിട്ടുന്നതിൻ്റെ ടെക്നിക്ക്. കണ്ട 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 തന്നെ അങ്ങ് പൊക്കോളും. കുറേ ദൂരെ വരെ അങ്ങ് പോകും അല്ലയോ? ആ ശരിയാ. ഈ സമയത്ത് ഈ വെയിലില്ലയോ, അപ്പം അത്രയും ചൂട് കൊണ്ട് ബലൂൺ പൊട്ടും. ആ ആ, പിന്നെ ഭയങ്കര പറ്റത്തില്ല, നമുക്ക് താങ്ങാൻ പറ്റില്ല. അവർ മീൻ പിടിക്കുവാന്നോ? അതുകൊണ്ട് അവിടെ അവർ ഊള പിടിക്കുന്നതാന്നോ? ആ, അത് തീറ്റയാന്നും പറഞ്ഞാന്നോ ഈ ഓലക്കകത്ത് കൊത്തുന്നേ? ആന്നാ? അപ്പം അവർ വലയിടും. നല്ല രീതിയിൽ കാറ്റടിക്കുന്നതുകൊണ്ട് വോയിസ് അത്ര ക്ലിയർ ആയിരുന്നില്ല. അവർ പറഞ്ഞത് ഊള മീനിനെ പിടിക്കുന്ന ഒരു ടെക്നിക്കാണ് കേട്ടോ. നമുക്ക് എപ്പോഴെങ്കിലും സാധിക്കുവാണെങ്കിൽ നമുക്ക് ഊള മീൻ പിടിക്കാൻ വേണ്ടി പോകാം. അവർ വരുമല്ലയോ? ആന്ന്. പല്ലി ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, ഇപ്പൊ കാണുന്നു. എപ്പ വന്നതാ? മുമ്പേ വന്നാന്നോ? പല്ലി 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 എൻ്റെ പേരാണ് പല്ലി. സത്യത്തിൽ 2 പല്ലുണ്ട്. 2 പല്ലല്ല, എൻ്റെ പല്ലി വെളിയിലോട്ട് കാണുന്നുണ്ട്. അതിൻ്റെ ആ ഇപ്പതേ മഴക്കോള് തുടങ്ങുന്നു. മഴ പെയ്യുമെന്ന് തോന്നുന്നു. നല്ല മഴക്കാർ വന്നല്ല, പെയ്യും. പോകാം. നല്ല മഴക്കോള് വരുന്നു. മഴ പെയ്യുമായിരിക്കും. നല്ല കോള് കണ്ടോ? കോള് വന്നിറങ്ങി. അതിനാ ഇത്രമാത്രം വെയിലുറച്ചെന്ന് തോന്നുന്നു. ഒന്നുമില്ല. എന്താണ് ചോദിച്ചായിരുന്നല്ലോ? പറഞ്ഞേ, കേട്ടില്ല. എന്താണ് പറഞ്ഞല്ലോ ഞാൻ വന്നപ്പോൾ? എന്ത് വരുന്നു? ഇപ്പൊ ആർക്കും നാക്കില്ല. എങ്ങനെ? എന്തിന്? ഞാൻ വന്നിരുന്നു, നിങ്ങളെ കണ്ടില്ല. ഇവിടാണോ നിങ്ങളുടെ സ്ഥലം? എനിക്കറിയത്തില്ലായിരുന്നല്ലോ. ഞാൻ കണ്ടോ? ഇതാ നിങ്ങളുടെയൊക്കെ വീടുകൾ ഇവിടാന്നോ? പിന്നെ നിങ്ങളെ ഒരു ദിവസം അവിടെ വെച്ച് കാണും, ഒരു ദിവസം ഇവിടെ വെച്ച് കാണും. ഇവിടെ വന്നാൽ മതിയോ? ഇവിടെ നിങ്ങൾ കളിക്കുന്ന സ്ഥലം? ചലഞ്ചും കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ആ ശരി.
ഞങ്ങൾ വന്ന വഴി ഞങ്ങളെ വഴി തടഞ്ഞു നിർത്തിയത് ഇവന്മാരെല്ലാം കൂടെ. ഞങ്ങളിത് ഇപ്പം നമുക്ക് എന്തൊരു വെയിലായിരുന്നു, നോക്കിയേ മഴ പെയ്ത്. ഞങ്ങൾ വഴിയിൽ വണ്ടിയും വെച്ചിട്ട് ഇവിടെ നിൽക്കുക. വന്നതും മഴ പെയ്ത്. അത്രയും വെയിൽ അതിനായിരുന്നു. നിങ്ങൾ കളിക്കുമായിരുന്നു ഇവിടെ? നല്ല വട്ടം ഇല്ലയോ? എന്താ കളിക്കുമായിരുന്നു ഇപ്പൊ ഈ മഴയത്തോ? എന്തുവാ? ഇല്ല. എപ്പ? നിങ്ങൾ അന്ന് നമ്മൾ കണ്ടത്. നിങ്ങൾ എന്നോട് മീൻ പിടിച്ചത്. ഓണം കിടക്കുന്നു. ഇത് വില്ലനായി നിക്കുന്നവൻ. എടാ നീ ഇതിനിടയ്ക്ക് ഒരു ചലഞ്ച് ചെയ്തല്ല, ഞാൻ കണ്ടായിരുന്നു. അതെന്തായിരുന്നു? അതെന്താ ചലഞ്ചായിരുന്നു? ഞാൻ കണ്ട വീഡിയോ. ചീഞ്ഞഫളം തിന്നാരാ അവൻ, മറ്റവൻ. മഴയാണെങ്കിൽ ഇവർക്ക് എന്താ? എവിടെ എവിടെ? വീട്ടിലോ? ചുമ്മാ. അപ്പോൾ ഇവരൊക്കെ നമ്മളെ അറിയുന്ന കുഞ്ഞുങ്ങളാണ്. വഴിയിൽ നമ്മളെ തടഞ്ഞു നിർത്തിയാണ് കേട്ടോ. ഇവരുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവർക്കൊരു ചലഞ്ചിങ് വീഡിയോ കൊടുക്കണമെന്നാണ്. ഉടനെ തന്നെ നമുക്കത് ചെയ്യാം. അതിൻ്റെ മണ്ടയിലൊക്കെ കയറില്ല, വീഴും. ആര് പറഞ്ഞ്? ഇതൊക്കെ ചുമ്മാ ചാരി വെച്ചേക്കുന്ന സാധനങ്ങളാ. വാ പോകാം. ഞങ്ങൾ പോട്ടെങ്കിൽ എന്തി അവന്മാരെന്തിയേ? അതുകൊണ്ട് അടുത്ത തെങ്ങിൻ്റെ മണ്ടയിൽ ഞങ്ങൾ പോട്ടെ. ഇനി ഒരു ദിവസം വരാം, ചലഞ്ചായിട്ട് വരാം. ഇന്നൊന്ന് സെറ്റാക്കാതെ എങ്ങനെയാ ചലഞ്ചായിട്ട് വരുന്നേ? പോയിട്ട് ഒരു ദിവസം വരാം. മഴ തോന്നുന്നല്ലോ. ഞങ്ങൾ പോട്ടെ. ഓക്കെ കേട്ടോ? ടാറ്റ. ചലഞ്ചായിട്ട് വരാം കേട്ടോ? കേട്ടോ? എല്ലാ കുട്ടിപ്പട്ടാളം ഉണ്ട്. പോട്ടെ. ടാറ്റ. ചെയ്തിട്ടുണ്ടോ? ആര് പറ? അപ്പൊ എല്ലാരും കാണാമല്ലോ. ഓ ആന്നോ? ആന്നോ? കൊണ്ടോ? ഇല്ല, പിള്ളേർ രണ്ടുപേര്. നീയായിരുന്നോ? നീയാ ഉണ്ടായിരുന്നോ? പിന്നെന്താ, കാണിച്ചു തരാം അങ്ങോട്ട്. കിട്ടുമ്പോ കാണിച്ചു തരാം. ഇല്ല, കിട്ടുമ്പോ നമുക്ക് കാണാം. ഇല്ല ഇല്ല ഇല്ല. ഇന്ന് അസർക്കോ? മഴയല്ലേ? നിങ്ങളെവിടെ കാണും അസർക്ക്? നിങ്ങളിവിടെ വന്നപ്പോ? ശരി എന്നാ. അപ്പൊ ശരി. ചലഞ്ചായിട്ട് വരാം. ഓക്കെ ഓക്കെ. അപ്പോൾ കുഞ്ഞുങ്ങളോട് നമ്മൾ ടാറ്റ ഒക്കെ പറഞ്ഞിട്ട് നേരെ വന്നത് ഇതാ നമ്മുടെ വെസ്റ്റേൺ ജെട്ടിയിലേക്കാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ പെയ്ത് തോർന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ആ മഴ പെയ്തതിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. എന്തോ ആലോചിച്ചിരിക്കുന്നേ? ഭയങ്കര ചിന്തയില്ല. കറണ്ട് വന്ന് വീട്ടിൽ പോ. ഇപ്പൊ വന്നെന്ന്. എന്തായാലും ഇച്ചിരി നേരം ഇരുന്നിട്ട് പോകാം അല്ലയോ? നല്ല കാറ്റ്. ഇവിടെ വന്നപ്പോൾ സൂപ്പർ കാറ്റ്. അവിടെ നല്ല രസമാണ്. ഞാൻ വണ്ടി ഒതുക്കിയിട്ട് വരട്ടെ. അവിടെ കടലിൽ കുറേ ആൾക്കാർ കുളിക്കുന്നുണ്ട്. ഗസ്റ്റുകളാണോ ആരാന്നോ അറിയത്തില്ല. നമുക്ക് എന്തായാലും ഈ ഷെഡിനകത്തോട്ടൊന്ന് കയറാം. നല്ല തണുത്ത കാറ്റ്. നമ്മളാ ചൂടിനകത്തുനിന്ന് വന്നിട്ടേ പിന്നെ മഴ പെയ്തല്ലോ ഇടയ്ക്ക്. അപ്പോൾ പിന്നെ കുറച്ച് ആശ്വാസം കിട്ടി. വീണ്ടും വെയിലറച്ച് നമ്മളിത് ഈ പോലെ വീട്ടിനകത്തോട്ട് കയറാം. അടിപൊളി, നല്ല കാറ്റല്ലയ. എവിടെ പണിക്കാര്? എന്താത്തിൻ്റെ പണിക്കാർ? എന്താ സ്പോർട്സിൽ എന്താ ചെയ്യുവര്? ബോട്ട് കയറ്റുന്നോ? എവിടെ കയറ്റുന്നു? ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടില്ല. ഇതിന് തൊട്ടപ്പുറത്തോ കുറെ പേര് കടലിൽ കുളിക്കുന്നില്ല. ഗസ്റ്റുകളാണ് ഇതൊക്കെയോ? ഈ വരുന്നൊക്കെയോ?
ഈ സാധനങ്ങളൊക്കെ കയറ്റുവാൻ തോന്നുന്നല്ലോ, ഈ ഫ്ലോട്ടിങ് സംഭവങ്ങളൊക്കെ എടുത്ത്. പക്ഷെ ഇതിനകത്ത് നല്ല രസമുണ്ട് കേട്ടോ, തണലും ഉണ്ട്, കാറ്റും. പിന്നെ ഓലയായതുകൊണ്ട് നല്ല തണലും കാറ്റും, അടിപൊളി. അവിടെ എല്ലാം സ്പോർട്സിലെ പിള്ളേരാ. ആ ഓടത്തിലാന്ന് തോന്നുന്നു കയറ്റുന്നത്, അതുകൊണ്ട് അഴിക്കുന്നത് ഇല്ലയോ. ആ ഫ്ലോട്ടിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ അവർ അഴിച്ചെടുത്ത് മാറ്റുക, കാരണം സീസൺ കഴിഞ്ഞല്ലോ. കോടില്ല ഷിപ്പ് വരുന്നുണ്ടായിരുന്നു ഇത്ര നാളും, അപ്പോൾ കഴിഞ്ഞ ദിവസം കൊണ്ട് അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ സീസണിലില്ല. അതൊക്കെ അഴിച്ചഴിച്ച് ആ ഓടത്തിനകത്ത് കയറ്റിയിട്ട് കരയെ കൊണ്ടുവന്ന് കയറ്റാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ സൈഡിലും ചെയ്യുന്നുണ്ട്. പക്ഷെ വെയിലായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അടിപൊളി. പ്രത്യേകിച്ച് ഈ ഓലയിലല്ലേ ഇത് മേഞ്ഞേക്കുന്നത്, അതിൻ്റെ ഒരു തണുപ്പ് തന്നെ. കുറേ കൊച്ചു പിള്ളേർ കളിക്കാൻ വന്നേക്കുന്നു. എന്താ കളിക്കാൻ വന്നതെന്നോ? ഒരുത്തൻ വെയിലത്തോടെ കിടന്ന് കളിക്കുന്നുണ്ട്, മണ്ണൊക്കെ കോരി കളിക്കുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നേരെ നമ്മൾ നമ്മുടെ വടക്ക് ഭാഗത്ത് ലഗൂൺ ബീച്ചിലേക്ക് വന്നു. ഇവിടെ പിള്ളേർ ഈ സർഫിങ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. കണ്ടിട്ട് നമുക്ക് പേടിയാവുന്നുണ്ട്, പക്ഷെ അവർക്ക് പേടിയൊന്നും ഇല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ പറഞ്ഞില്ലേ, ആ എല്ലാ സൈഡിലൂടെയും തിരയടിക്കുന്ന കടലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതെ ആ ഭാഗത്താണ് നമ്മൾ വന്നേക്കുന്നത്. കണ്ടോ, കടൽ നല്ല ഇളകി കിടക്കുന്ന സമയമാണ് ഇപ്പം. ഒരു സർഫിങ് ചെയ്യുക, സർഫിങ്. അവിടെ ഈസ്റ്റേൺ ജെട്ടിയുടെ അവിടെയും ചെയ്യുന്നുണ്ട്, കുറേ പിള്ളേരും ഒക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ കയ്യിലൊരു സംഭവം ഉണ്ട്, അത് വെച്ചിട്ട് അവർ ചെയ്യുന്നത്. ആ തിരക്കൊപ്പം അവരിങ്ങനെ വരും. ഞാൻ പറഞ്ഞില്ലേ, വൈകുന്നേരം വരുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാ ആൾക്കാരായിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം രാവിലെ വന്നപ്പോൾ ഇവിടെ ആരും ഇല്ലായിരുന്നല്ലോ. അവിടെ ഫുള്ള് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പുറത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ആ മരത്തിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്. നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെ കുറച്ച് പേരുണ്ട്. അപ്പോൾ സുൽഫത്ത് കുറച്ച് മുമ്പേ വന്നിരുന്നു, ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അപ്പുറത്ത് നമ്മൾ കണ്ട കൈലയിലൊക്കെ പിള്ളേരിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഉണ്ട്. ഈ ബീച്ചിൻ്റെ സൈഡിലെല്ലാം ആൾക്കാരായിരിക്കും. ഇതേ പിള്ളേർ കാണിക്കുന്നുണ്ടോ? 2, 4, 5, 6 പിള്ളേരുണ്ട് കേട്ടോ. എന്താ അവരെ തിരയുടെ കൂടെ വരുക. ഇവിടെ ദേ വൈകുന്നേരങ്ങളിൽ ഒരുത്തനിരുന്ന് ഭയങ്കര ഗെയിമിങ് ആട്ടോ. ഇവനെ എവിടെയോ കണ്ടിട്ടുണ്ട്, ഇങ്ങോട്ട് നോക്കിയേ. എന്നെ കണ്ടിട്ടുണ്ടോ? എവിടെ? ആ, നിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിയേ, നിന്റെ മുഖത്ത് എന്താ പറ്റിയതാ? ഇതെന്താ പെയിന്റിങ് വർക്കിന് പോയിട്ട് വന്നതാ? അവൻ നിന്റെ മുഖത്തെ അടിച്ചു തന്നോ? ഉള്ള ഗെയിം. അവൻ ഗെയിമിൽ കോൺസെൻട്രേറ്റ്. നിങ്ങൾ രണ്ടുപേരും സൈക്കിളാണോ അവിടെ? ഇത് നിങ്ങളുടെ രണ്ടുപേരും സൈക്കിളാണോ? അനിയൻ്റെ. നിനക്ക് ചെയ്യാറിയോ സർഫിങ്? സർഫിങ് എന്നാണ് അതിൻ്റെ പേര്. എന്താ പറയുക? ചാട്ടിക്കൽ. ഓ, ദീപകാരി അതിനെ പറയുന്നത് ചാട്ടിക്കൽ. കയ്യിലൊരു സംഭവം ഉണ്ടാവും ഇവർക്ക് ആ തിരയുടെ കൂടെ വരാൻ വേണ്ടി, ഇല്ലയോ? അതിനെന്താ പറയുന്നത്? ബോർഡ് വെച്ചിട്ട് ചാട്ടിക്കൽ എന്നാണ് പറയുന്നത്. അവിടെ ഒരു ഗ്യാങ് ഉണ്ട്. അവരെന്താ ഭയങ്കര എന്തുവാ ഡിസ്കഷനിലാ, പഠിക്കുന്നതാന്ന്. എന്താ പേപ്പറൊക്കെ ഇരിക്കുന്നല്ലോ അവരുടെ കയ്യിൽ. അവിടെ മിക്കവാറും അവന്മാർ പോവും. ഇവിടെ ഒരു ഗ്യാങ് പിള്ളേരിരിക്കുന്നുണ്ട്. നമുക്ക് ചോദിച്ചിട്ട് അറിയാം ഇവിടെ എന്താ ചെയ്യുവാന്ന്. എല്ലാവരും ഡീസൻ്റായേ, നേരെ കിരി. നിങ്ങൾ പഠിക്കുവാന്നോ? എന്ത് ഭയങ്കര ചർച്ചയായിരുന്നല്ലോ. ഗെയിം കളിക്കുവാന്നോ? എടാ, ഇത്ര സുന്ദരമായ മുഖങ്ങൾ നിങ്ങൾ മറച്ചു വെക്കുന്നില്ലടാ. ഗെയിം കളിക്കുവാന്നോ? നിങ്ങളുടെ സീറ്റാണോ ഇത്? ഇതിൽ ഉമ്മമാരിരിക്കുന്നതല്ലേ ഇവിടെ? നിങ്ങളുടെ വീടൊക്കെ ഇവിടെ അടുത്താണോ? ഇവിടെ തന്നെ ആണോ? ആണ് ഉമ്മമാർ വരുന്നത്. നിങ്ങളുടെ സീറ്റ് എണീറ്റ് മാറാനാന്ന് തോന്നുന്നു. നിങ്ങൾ മാറേണ്ടി വരും. ഇതേ അവർ വരുന്നു. നിങ്ങളെന്താ പഠിക്കുന്നതാണോ? എത്രല്ല പഠിക്കുന്നത്? +2 കഴിഞ്ഞോ അതോ +2 കയറിയിട്ടുണ്ട്. ഇവ ഞാൻ പഠിക്കും കേട്ടോ. ഇവൻ ഭയങ്കര പഠിത്തമാണ്. അപ്പം ശരി, ടാറ്റ. നീ മുഖം കാണിച്ചേ. എടാ, നിന്നെ കാണാൻ നല്ല രസമുണ്ട്. ആ, പിന്നെ അല്ല, അതേ കണ്ടോ, അടിപൊളി. അത് കാണിച്ച്. തലയിൽ കണ്ട ഒരു റെഡ് കളറൊക്കെ ഉണ്ട്. അത് നീ ചെയ്തതാണോ? ആ, നല്ല സുന്ദര പിള്ളേരല്ലേ. പിന്നെ എന്തിനാ മുഖം മറച്ച് വെക്കുന്നത്? അടിപൊളി.
നമ്മുടെ ദ്വീപിലെ സുന്ദര കുട്ടപ്പന്മാരാണ് ഇവരൊക്കെ. അപ്പം ശരി, ടാറ്റ. കണ്ട, ആദ്യം മുഖം മറച്ചവൻ തന്നെ ഇപ്പം ഭയങ്കര ആക്റ്റീവായി. സുൽഫത്തെ, ഞാനൊരു സംഭവം ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഒരു സംഭവം, വലിയ സംഭവമൊന്നുമല്ല, ചെറിയൊരു സംഭവം. സുൽഫത്തെ, നമ്മൾ കഴിഞ്ഞ ദിവസം രാവിലെ വന്നപ്പോൾ ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരും ഇല്ലായിരുന്നു. സത്യം, ഞങ്ങൾ രണ്ടുപേരും മാത്രം. പിന്നെ ഇവിടെ 1-2 പാപ്പന്മാർ ഇവിടെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരും. ഇന്നതേ അവിടുത്തെ കൈലേല് പിള്ളേർ, അവിടെ മൊത്തം ആൾക്കാർ. ഞങ്ങൾ പിന്നെ നമ്മളവിടെ ലഗൂൺ ബീച്ചിൻ്റെ ആ സൈഡിൽ നിന്നിട്ട് അവിടെ നിങ്ങൾ വന്നത്. അവിടെ ഒത്തിരി ആൾക്കാർ. പിന്നെ ഞങ്ങൾ അവിടെ നിൽക്കാതെ ഒന്ന് കുറച്ച് സമയം ഇവിടെ നിൽക്കാമല്ലോ എന്ന് പറഞ്ഞിങ്ങനെ ഞങ്ങൾ ഇവിടോട്ട് വന്നത്. അവൻ കഴിഞ്ഞു, അവൻ ഇന്നത്തെ യുദ്ധം കഴിഞ്ഞിട്ട് വരുക. കഴിഞ്ഞോ? ഇവരുടെ കയ്യിലിരിക്കുന്ന ബോർഡ് ഇതാ. ഈ ബോർഡ് വെച്ചാ ഇവര് എന്താ നിങ്ങൾ ചെയ്യുന്ന? സർഫിങ്ങോ? യെസ്. കുറെ നേരം കൊണ്ട് വെള്ളത്തിൽ കിടക്കുമായിരുന്നല്ലോ. വേറെ വെള്ളം കുടിച്ചോ? ഈ ബോർഡും കൊണ്ടാണ് ചെയ്യുന്നേ? മറ്റേ പിള്ളേരുടെ കയ്യിൽ വേറെ സംഭവം ഇരിക്കുന്നല്ലോ. ഇടയ്ക്കുന്നോ? നിക്കാൻ പറ്റുമോ അതിനകത്ത്? ഓ, ഇതിനകത്ത് ഇങ്ങനെ കമിഴ്ന്ന് കിടന്ന് വരണം. കണ്ണെല്ലാം ചുമന്ന് ഇവന്റെ നോക്കിയേ. ഇവിടെ അടുത്താണോ വീട്? ആണോ? ഇവിടെ ഇങ്ങനെ ചെയ്യാൻ നിനക്ക് പേടിയില്ലയോ? ഇതിങ്ങനെ 3 കൂടുന്ന കടലില്ലയോ? കേട്ടില്ല. നിക്കാൻ പറ്റുവോ? ഓ, ഒരാള് ദേ അവിടുന്ന് ചൂണ്ട പിടിച്ച് മീനെ പിടിച്ച് വരുന്നുണ്ട്. ആ, മറ്റവന്മാരൊന്നും ഇപ്പഴേ കയറത്തില്ലയോ ആ പിള്ളേര്? ചെറിയ പിള്ളേരാന്നോ അതെല്ലാം? ആന്നാ? നിങ്ങളെല്ലാം കൂട്ടുകാരാന്നാ? പ്ലാൻ ചെയ്തിറങ്ങുന്നതാന്നാ? ഇന്ന് സൺഡേ ആയിട്ട് ഇറങ്ങിയതാന്നാ? 1 മണിക്കൂർ ഉണ്ടായിരുന്നു കടലില്? ഉണ്ടായിരുന്നു. വല്ലപ്പോഴും വലിയ വലിയ തിര വരുന്ന വലിയ തിര വരുമ്പോഴാണ് ഇത് ചെയ്യാനൊരു രസം. ഓ, ആ, തിര അടിക്കുന്നില്ല അല്ലാത്ത സമയത്ത്. ശരിയാ, ചെറിയ തിരയായിരിക്കും. എല്ലാരും കേറുന്നു. ആ, കൊച്ചവന്റെ കയ്യിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം അല്ലയോ? ആന്നാ? ഇവരെല്ലാം പിന്നെ കടലിൽ കിടന്ന് അല്ലയോ? ഭയങ്കര കടൽ, മറ്റേ വേടന്റെ പാട്ട് പോലെ കടലിന്റെ മക്കളാ, കടലിന്റെ. ഇവർക്കൊന്നും ഒരു പേടിയില്ല കേട്ടോ. അതുകൊണ്ടല്ലേ അതാ ചെറിയ പിള്ളേരൊക്കെ ഉണ്ട് അതിനകത്ത്. ഇപ്പുറത്ത് വന്ന് കയറും. കടലിനെ കുറിച്ചൊക്കെ അവന്മാര് പറയുന്ന കണ്ടാ? ഈ ഭാഗത്ത് കൂടുതൽ കല്ലുണ്ടല്ലയോ? എന്നാ അവന്റെ കണ്ണ് നോക്കിയേ, ചുമന്നായി. ഇവിടെ ഒരാൾ മീൻ പിടിക്കുന്ന കേട്ടോ. ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാണിക്കുന്നത് എന്തുവന്ന്. വൈകിട്ട് ഞങ്ങൾ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ടേസ്റ്റ് നോക്കി. ഇനി ഇത് ഒഴിക്കണമെന്ന് നോക്ക്. ഞാൻ ഒരു സംഭവത്തിനകത്ത് കണ്ടപ്പം അതിനകത്ത് സോസ് ഒഴിക്കാൻ പറയുന്നുണ്ട്. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? ഇതെങ്ങനെയാ ഉണ്ടാക്കി? അല്ലോട്ട വേവിച്ചതാ ഇത്. കൊള്ളാം. ഇനി വേണമെങ്കിൽ സോസ് വേണമെങ്കിൽ ഇച്ചിരി ഒഴിക്കട്ടോ? ഒഴിക്കണോ? ഇത് സെൽഫത്തിന് ഫസ്റ്റ്. കുറെ വിസിലടിച്ചതാ. കുഴപ്പമില്ല, ചോളമല്ലേ, ഹെൽത്തി അല്ലേ, കഴിക്കാം. ആ പിള്ളേർക്ക് കുടിച്ചിട്ട് കൊടുത്തിട്ട് വരാം. നിനക്ക് ഇത്രക്ക് നാണാണോ?
നല്ല അല്ലയോ നമുക്ക് അത്ര അല്ല പിന്നെ ഫോട്ടോ എടുക്കുക അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സ്വന്തമായിട്ട് അങ്ങ് പറഞ്ഞാ മതി. ഇച്ചിരി കൂടെ വേവാനുണ്ട് പക്ഷെ സംഭവം കൊള്ളാം. ഈ ഫോൺ ഇച്ചിരി കൂടെ വെന്താൽ മതിയായിരുന്നു. നമുക്ക് ചായ കുടിക്കാം. കുറേ ദിവസങ്ങൾക്ക് ശേഷം കട്ട്ലറ്റ് ഉണ്ട് ഇന്ന്. ഒത്തിരി ദിവസമായി കട്ട്ലറ്റ് കഴിച്ചിട്ട്. ഇല്ല ഇല്ല ഇന്നലെ രാവിലെ നമ്മൾ വന്നോണ്ടാ പിന്നെ ഞാൻ വൈകിട്ട് വരാം. ഞാൻ കിടന്നുറങ്ങി. എടുത്തോ എടുത്തോ. അറ്റാക്ക് അറ്റാക്ക്. എണ്ണ പലഹാരം ഒഴിവാക്കിയതായിട്ടാണെന്ന് തോന്നുന്നു. പൈസ ചായന്റെ ബില്ലടക്കാൻ ഇല്ലല്ല ഇന്നത്തെ വീഡിയോ പിന്നെ ഇന്നത്തെ അല്ലേ, നാളെ വേറെ. ക്യാമറമാൻ യാക്കോബ്, ബ്ലോഗർ ജാസിയ. അയ്യോ സ്പെഷ്യൽ മതി. അപ്പോൾ ഇവരൊക്കെ നമുക്ക് ഏറ്റവും അറിയുന്ന ആൾക്കാരാണ്. ഒരാൾ ഇവിടെ സീറോ ട്രാവൽസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം നടത്തുന്നു, ഒരാൾ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നു, അങ്ങനെ. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പം ഇവരെ എന്നും ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഇവരുടെ സീറ്റാണിത്. നമ്മൾ ആ ചായ കുടിക്കുന്ന ഷോപ്പിൻ്റെ നേരെ ഫ്രണ്ടിലാണ് ഇവരുടെ ഈ ഒരു സീറ്റ് കേട്ടോ. പിന്നെ പിള്ളേരൊക്കെ വന്നേക്കുന്നുണ്ടോ. അപ്പം ഒരുവിധം സന്ധ്യയായി കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു സുൽഫത്തിനെ പറഞ്ഞു വിടാമെന്ന്. കാരണം സുൽഫത്ത് സൈക്കിളിലാണ് വന്നത്. ഞാനും റജിതായും സ്കൂട്ടറിൽ വന്നു. സുൽഫത്ത് സൈക്കിളിലാണ് വന്നത്. കാരണം കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. വണ്ടി നേരെ നോക്കിപ്പോ. ആകാശം നോക്കിയേ, പിന്നെ നല്ല ഡാർക്ക് കളറ്. എല്ലാവരും എണീറ്റു, ബാങ്ക് കൊടുത്തോണ്ട് എല്ലാവരും പോവാ. നല്ല രസമുണ്ട് നോക്കിയേ. പിന്നെ അടിപൊളി. അവരെല്ലാം പോയി, നമുക്കും പോയാലോ. അപ്പോഴേ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. കുറച്ച് എന്നിട്ട് ഉച്ചയ്ക്ക് കുറേ ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ ഇരുന്നവരൊക്കെ എണീറ്റ് പോയിട്ടുണ്ട്. സന്ധ്യയായില്ലേ, എല്ലാവരും പോയി. അപ്പോൾ നമുക്കും പോകാം. ആകാശത്തിൻ്റെ കളർ കണ്ടോ, നല്ല റെഡ് കളറിൽ. ചായക്കടയിലെ ഒരുവിധം എല്ലാവരും പോയി കേട്ടോ. അപ്പോൾ ഞങ്ങളും പോകാം. ടാറ്റാ.